നസ്കർ ആടുജീവിതം എമ്പുരാൻ എന്നീ 2 സിനിമകൾക്ക് ശേഷം ഒട്ടേറെ ബഹളങ്ങളോടെ റിലീസ് ചെയ്ത സിനിമയാണ് പേട്രിയറ്റ്. അത് ഇന്നലെ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരുപാട് പ്രചരണങ്ങൾ നടന്നിരുന്നു. 18 വർഷത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ എന്നത് തന്നെയാണ് അതിൻ്റെ പ്രധാന ആകർഷണം. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര തുടങ്ങിയവരൊക്കെ ഇതിൽ അഭിനയിക്കുന്നു. 150 കോടിയോളം രൂപ ചെലവാക്കി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മലയാള സിനിമാ ലോകത്തെ മഹാസംഭവം എന്ന തരത്തിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടു. സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പ്രകാശ് വർമ്മ സംവിധാനം ചെയ്ത മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സകല നടീനടന്മാരും ഉൾപ്പെടുന്ന ഒരു വലിയ ഷോയൊക്കെ ഇറക്കിയിരുന്നു. എല്ലാ ചാനലുകളും സിനിമയ്ക്ക് വേണ്ടി സമയം മാറ്റിവെച്ചു. മമ്മൂട്ടിയുടെ രോഗാവസ്ഥ മൂലം ഈ സിനിമയുടെ ഷൂട്ടിംഗ് നീണ്ടുപോയതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഒടുവിൽ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വന്ന മമ്മൂട്ടി ആദ്യം സമയം കണ്ടെത്തിയത് ഈ സിനിമ പൂർത്തിയാക്കാനാണ്. എന്നാൽ ഇന്നലെ ഈ സിനിമ റിലീസ് ചെയ്യുമ്പോൾ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും അടക്കമുള്ള ആരാധകർ കടുത്ത നിരാശയിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ സിനിമയെക്കുറിച്ച് റിവ്യൂ പറയാൻ ഞാൻ ആളല്ല. ഇന്ന് സിനിമ കാണുന്നുണ്ട്, കണ്ടതിന് ശേഷം നാളെ റിവ്യൂ പറയാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഫീൽഡിൽ നിന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ സിനിമ 8 നിരയിൽ പൊട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഓർക്കണം, വെള്ളിയാഴ്ച റിലീസ് ചെയ്ത സിനിമ ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൂടുതൽ സ്ക്രീനുകളിലേക്ക് വ്യാപിപ്പിച്ച് വിജയിക്കേണ്ടതാണ്. 300 സ്ക്രീനുകളിലാണ് ഇന്നലെ സിനിമ റിലീസ് ചെയ്തത്. എന്നാൽ ഇന്ന് മിക്ക തിയേറ്ററുകളും സ്ക്രീനുകളുടെ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു എന്നാണ് എന്നോടൊരു തിയേറ്റർ ഉടമ പറഞ്ഞത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൽ ഇന്ന് 2 സ്ക്രീനുകൾ വെട്ടിക്കുറച്ചെന്ന്. സാങ്കേതിക മികവോടെ ഇറക്കിയ സിനിമയാണെങ്കിലും അതിന് ജീവനില്ലെന്നും അത് അടിമുടി ഡ്രാഗ് ചെയ്യുകയാണെന്നുമുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്ന് വെച്ചാൽ ആദ്യ ഭാഗം കഴിയുമ്പോൾ സകലർക്കും ഫാൻസ് അടക്കമുള്ളവരെ നിരാശപ്പെടുത്തുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. കുട്ടും കുരവയുമായി ചെണ്ടയും ഡ്രമ്മുമായൊക്കെ എത്തിയ ആരാധകർ അതൊന്നും ഉപയോഗിക്കാതെ മടങ്ങിപ്പോയി എന്ന് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചങ്ങനാശ്ശേരി അഭിനയ തിയേറ്ററിൽ ഇന്നലെ സിനിമ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, മോഹൻലാലിൻ്റെ സീൻ അവസാനിക്കുന്ന സമയത്ത് ഒരു പ്രേക്ഷകൻ, കുടുംബസമേതം എത്തിയ പ്രേക്ഷകനാണ്, ചാടി എണീറ്റ് 3-4 മിനിറ്റ് തിയേറ്ററിനെ പിടിച്ചിരുത്തിയെന്നാണ്. പൊട്ടിത്തെറിച്ചുകൊണ്ട് മോഹൻലാലിനോട് ചെയ്ത ദ്രോഹം അങ്ങേയറ്റം അന്യായമായി പോയി, നീ ഈ സിനിമ ഇനി മുമ്പോട്ട് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ പിടിച്ചിരുത്താൻ ശ്രമിച്ചിട്ടും അയാൾ പൊട്ടിത്തെറിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഒരാളും അയാളോട് പ്രതിഷേധിച്ചില്ല. എല്ലാവരും നിശബ്ദരായി ഇരുന്ന് അയാളുടെ വികാരം പങ്കുവെച്ചെന്നാണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും മമ്മൂട്ടി, മോഹൻലാൽ ഫാൻസ് തമ്മിൽ ഭിന്നതയുണ്ടായി എന്ന റിപ്പോർട്ടുകളുണ്ട്. 2 ഫാൻസും നിരാശരാണത്രേ. 2 താരങ്ങളെയും ഇകഴ്ത്താൻ മാത്രമാണ് ഈ സിനിമ കാരണമായതെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതിൽ തന്നെ മോഹൻലാലിന് മനഃപൂർവ്വം പണി കൊടുത്തു എന്ന് വിശ്വസിക്കുന്ന ലാലേട്ടൻ ഫാൻസും ഏറെയാണ്. സിനിമ കാണാതെ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാൻ നിവൃത്തിയില്ല. കണ്ടിട്ട് നാളെ തന്നെ വിശദമായി പറയാം. പക്ഷേ ഫീൽഡിൽ നിന്ന് കേൾക്കുന്നത് നിരാശയുടെ ശബ്ദം മാത്രമാണ്. ഏറെ പുകഴ്ത്തിയിട്ടും ഏറെ തള്ളിയിട്ടും ചാനലുകളും പത്രങ്ങളുമെല്ലാം ഒരുമിച്ച് ആഘോഷിച്ചിട്ടും ആടുജീവിതവും എമ്പുരാനും 8 നിരയിൽ പൊട്ടിപ്പോയ കഥ. 2 സിനിമയും കോടികളുടെ നഷ്ടമുണ്ടാക്കി. മുടക്കുമുതൽ വലുതായിരുന്നു, അധ്വാനം വലുതായിരുന്നു. പക്ഷേ 2 സിനിമയും അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞുപോയി. അപ്പോൾ പിന്നെ അത്രയും പബ്ലിസിറ്റി കിട്ടാത്ത ആദ്യ ദിനം തന്നെ നെഗറ്റീവ് റിവ്യൂകൾ മാത്രം പുറത്തു വരുന്ന പേട്രിയറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? മലയാള സിനിമയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന റിവ്യൂ അശ്വന്ത് കോക്കിൻ്റെതാണ്. അശ്വന്ത് കോക്ക് തമ്പ് കൊടുത്തത് തന്നെ പെട്ടിയോട്ടോ നിർഗുണ നിർവികാര പടം എന്നാണ്. 16 മണിക്കൂർ കൊണ്ട് യൂട്യൂബിൽ മാത്രം ഈ റിവ്യൂ ഏതാണ്ട് 6 ലക്ഷം പേർ കണ്ടു കഴിഞ്ഞു. മറ്റ് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റയിലുമൊക്കെ വേറെ. ഇത്തരത്തിലുള്ള റിവ്യൂ ഈ സിനിമയ്ക്ക് കിട്ടുന്നു എന്നത് തന്നെ പേട്രിയറ്റിൻ്റെ ഭാവിയെ വല്ലാതെ ബാധിക്കും. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും മാത്രമല്ല ഫഹദ് ഫാസിലിൻ്റെയും കരിയറിനെ ഇത് ദോഷമായി ബാധിച്ചേക്കും എന്ന റിപ്പോർട്ടുകളാണ് കേൾക്കുന്നത്. 150 കോടിയോളം രൂപ മുടക്കി എന്നാണ് അവകാശപ്പെടുന്നതെങ്കിലും സംവിധായകൻ മഹേഷ് നാരായണൻ തൻ്റെ അടുപ്പക്കാരോട് പറഞ്ഞത് 105 കോടി രൂപ മാത്രമേ മുടക്കുള്ളൂ എന്നാണ്. മറ്റ് പ്രൊമോഷൻ ചെലവുകൾ എല്ലാം കൂട്ടിയാലും 120 കോടിയിൽ ഈ മുടക്ക് നിൽക്കുമെന്നും 150 കോടി വെറുതെ പറയുന്നതാണ് എന്നുമാണ് മഹേഷ് നാരായണൻ തൻ്റെ വിശ്വസ്തരോട് പറഞ്ഞത്. ഇതിൽ 50 കോടി രൂപ മുടക്കിയിരിക്കുന്നത് ICL ഫിൻകോർപ്പ് എന്ന് പറയുന്ന ഒരു NBFC ആണ്. 20 കോടി രൂപ ബ്രിട്ടനിലെ ഒരു നിക്ഷേപകൻ്റെതും ഏതാണ്ട് 20 കോടിയോളം രൂപ പ്രമോദ് മാതൃഭൂമി എന്നറിയപ്പെടുന്ന മാതൃഭൂമി ശ്രേയാംസ് കുമാറിൻ്റെ ഏറ്റവും അടുപ്പക്കാരനായ വ്യക്തി പലരിൽ നിന്നും ശേഖരിച്ചതാണ് എന്നാണ് റിപ്പോർട്ട്. 10-20 കോടി സലീം എന്ന് പറയുന്ന ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായം മുടക്കിയിട്ടുണ്ട്. നിരവധി ആളുകളിൽ നിന്നും പണം ശേഖരിച്ചാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. ആൻഡോ ജോസഫ് കമ്പനിയാണ് സിനിമ ഇറക്കിയതെങ്കിലും പലരിൽ നിന്നാണ് പണം ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും നഷ്ടമുണ്ടാവുക എന്നത് പിന്നീടാണ് അറിയേണ്ടത്. എന്നാൽ ഈ സിനിമയുടെ അണിയറക്കാർക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം
സിനിമ റിലീസാകുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് സി കേരള 40 കോടി രൂപയ്ക്ക് അവരുടെ ഡിജിറ്റൽ സാറ്റലൈറ്റ് അവകാശം വാങ്ങി എന്നതാണ്. അതുകൊണ്ട് തന്നെ 40 കോടി രൂപ കിട്ടി എന്നവർക്ക് ആശ്വസിക്കാം. ഇന്ത്യൻ തിയേറ്ററിൽ നിന്ന് 10 കോടിക്കും ഇന്ത്യക്ക് പുറത്തുള്ള തിയേറ്ററിൽ നിന്ന് 5 കോടിക്കും അപ്പുറത്തേക്ക് കടക്കില്ല എന്നാണ് റിപ്പോർട്ട്. എന്നാൽ വിദേശ റൈറ്റൊക്കെ ഇതിനു മുമ്പ് തന്നെ കോടികൾക്ക് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ പോകുന്നത് റൈറ്റ് വാങ്ങിയവർക്കായിരിക്കും. 40 കോടി കൊടുത്ത് ഇത് വാങ്ങിയ സിക്ക് ഒരിക്കലും ഇത് ലാഭത്തിലാക്കാൻ കഴിയാത്തതുപോലെ തന്നെയായിരിക്കും അവരുടെയും അവസ്ഥ. എന്തായാലും 150 കോടിയോളം രൂപ മുടക്കി എന്ന് പറയുന്ന ഈ സിനിമ സാമ്പത്തികമായി പരാജയപ്പെടും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആർക്കാണ് സാമ്പത്തിക നഷ്ടം ഉണ്ടാകാൻ പോകുന്നത് എന്ന് മാത്രമാണ് അറിയാൻ ബാക്കിയാവുന്നത്. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് പുറത്തു കേൾക്കുന്ന വാർത്തകളൊക്കെ ശരിയാണോ, ആ സിനിമ എങ്ങനെ എന്നതിനെക്കുറിച്ച് നാളെ ഞാൻ റിവ്യൂ ചെയ്യുന്നതാവും.